ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വാക്യവിശാരദനായ രഘുരാമൻ അനുജന്റെ വർത്തമാനങ്ങൾ എല്ലാം സശ്രദ്ധം കേട്ട് മന്ദഹാസത്തോടെ അതിതേജസാർന്ന് അരുളി ചെയ്തു. പുരുഷോത്തമനായ കുമാര, നീ പറഞ്ഞത് മുഴുവൻ വൃത്രാസുരവധവും അശ്വമേധ പ്രഭാവവും അക്ഷരം പ്രതി ശരിയാണ്. ഉണ്ണി, ഞാനും ഒന്ന് കേട്ടിട്ടുണ്ട്. പണ്ട് കർദമ പ്രജാപതിയുടെ പുത്രൻ ബാഹ്ലീക രാജ്യത്തിലെ നരാധിപൻ ഇളൻ എന്നു പേരായ ധാർമ്മികൻ ഊഴി മുഴുവൻ കീഴടക്കി പ്രജകളെയെല്ലാം മക്കളെ പോലെ രക്ഷിച്ചു പോന്നു. ഉദാരഹൃദയരായ സുരന്മാരും ധനസമൃദ്ധിയാർന്ന ദൈത്യന്മാരും നാഗവര്യന്മാർ, രാക്ഷസ ശ്രേഷ്ഠന്മാർ, ഗന്ധർവ മുഖ്യന്മാർ, സുമഹാത്മാക്കളായ യക്ഷന്മാർ എന്നിവരെല്ലാം സദാസമയവും ഭയത്തോടുകൂടി മന്നവേന്ദ്രനെ പൂജിക്കും. ആ മഹാത്മാവ് അല്പമൊന്ന് ചൊടിച്ചാൽ 3 ലോകവും ഭയപ്പെട്ട് നടുങ്ങും. അതിബുദ്ധിമാനും ധർമ്മവീര്യസ്ഥിതനുമായ ബാഹ്ലീക നരപതി ഇളൻ അത്തരത്തിൽ ഉള്ളവനായിരുന്നു. മഹാബാഹുവായ മഹീപതി മനോമോഹനമായ ചൈത്രമാസത്തിൽ ഒരു ദിവസം നായാട്ടിന് പുറപ്പെട്ടു. സൈന്യങ്ങൾ, വാഹനങ്ങൾ, ഭൃത്യന്മാർ തുടങ്ങി എല്ലാം അദ്ദേഹത്തോട് ഒന്നിച്ചുണ്ട്. ദുഷ്ടമൃഗങ്ങളെ 100ഉം 1000ഉം വീതം കൊന്നൊടുക്കി. മൃഗയയിൽ അത്യാസക്തനായ നരപാലൻ ക്രൂരമൃഗങ്ങളെയും നോക്കി നോക്കി നിഗ്രഹിച്ചുകൊണ്ട് വൻകാടിൻ്റെ നടുവിൽ കൂടി വളരെ മുന്നോട്ടെത്തി. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി അവതരിച്ച പുണ്യസ്ഥലമായി. ആ സന്ദർഭത്തിൽ കൈലാസവാസിയായ മഹാദേവൻ, ദുർദർശനായ ദേവേശൻ പാർവതീദേവിയോടൊന്നിച്ച് അവിടെ വിഹരിക്കുന്നുണ്ടായിരുന്നു. ഭൂതഗണങ്ങളുമുണ്ട്. വൃഷഭധ്വജനായ ഗൗരീപതി ദേവിക്ക് സന്തോഷമേകുവാൻ സ്ത്രീരൂപമാർന്ന് ഒരു കാട്ടരുവിയുടെ തീരത്തിൽ ഇരിക്കുകയായിരുന്നു. ആ അരണ്യത്തിലെ സർവ്വപുല്ലിംഗവും മാറിക്കഴിഞ്ഞു. പുരുഷനാമമുള്ള തരുക്കൾ കൂടി സ്ത്രീഭാവത്തിലായി. ആ സന്ദർഭത്തിലാണ് മന്നവൻ അവിടെ എത്തിയത്. ദുഷ്ടമൃഗ സഹസ്രങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് കർദമാത്മജൻ അവിടേക്ക് കടന്നതോടെ അത്ഭുതജനകമായൊരു പരിവർത്തനം. ചുറ്റുമുള്ള പക്ഷിമൃഗാദികളെ പോലെ ഇളനും അനുനായികളും തരുണീരത്നങ്ങളായി. ഈ മാറ്റത്തിൽ അദ്ദേഹം അസഹ്യമായ ദുഃഖാപ്തിയിൽ മഗ്നനായി. ഇതിനു കാരണം പർവതീശന്റെ പണിയാണെന്ന് മനസ്സിലായപ്പോൾ അതിരറ്റ ഭയവും. കപാലധാരിയായ ശ്രീ നീലകണ്ഠ മഹാദേവനെ ഭൂപാലേന്ദ്രൻ അനുനായികളോടുകൂടി ഉടനെ ശരണം പ്രാപിച്ചു. ജഗദംബിയോടുകൂടിയ മഹേശ്വരൻ പ്രജാപതി തനയന് വരമേകുവാൻ സസ്മിതം പ്രത്യക്ഷപ്പെട്ടു. ഹേ രാജഋഷേ, മഹാബലവാനായ കർദമപുത്ര, എഴുന്നേൽക്കൂ. സത്വ്രതനായ സൗമ്യ, പുംസത്വം എന്നൊന്നല്ലാത്ത ഏതു വരമാണാമോ ചോദിക്കൂ. ദേവദേവനായ പിനാകി തന്നെ പുറം തള്ളി അരുളി ചെയ്തപ്പോൾ അസഹ്യമായ അഴലിൽ പെട്ടവനാണെങ്കിലും അർജുൻ മറ്റൊരു വരവും യാചിച്ചില്ല. സ്ത്രീയായി തീർന്നത് ചിന്തിക്കും തോറും ദുഃഖം വേലിയേറ്റം പോലെ വർദ്ധിക്കുകയാണ്. ഹിമവൽ പുത്രി ഗൗരീദേവിയെ സർവാത്മന പ്രണമിച്ച് ഗദ്ഗത സ്വരത്തിൽ, അമ്മേ പരാശക്തി, ജഗത്തുകൾക്കെല്ലാം മാതാവായ വരപ്രദേ, അനേക പുണ്യ സഞ്ചയത്താൽ മാത്രം ദർശനം നൽകുന്ന വരേശി, കാരുണ്യം അലയടിക്കുന്ന ആ വിശാലലോചനങ്ങളെ മഹാദേവി, ഈ അഗതിയിലൊന്ന് പതിപ്പിക്കുവാൻ തിരുവുള്ളം ഉണ്ടാകണേ. ഹര ശരീരത്തിൻ്റെ അർദ്ധഭാഗാധീശ്വരിയായ ദേവി, ത്രിനേത്രനായ രുദ്രന്റെ ഓമലാളായ ഹിമവൽ പുത്രി, രാജഋഷിയുടെ ആഗ്രഹമറിഞ്ഞ് ശുഭാക്ഷരങ്ങളോടെ, മകനെ, ദേവദേവനായ ജഗദീശ്വരൻ പകുതി വരം നിനക്കു തരും, പകുതി ഞാനും തരാം. അതുകൊണ്ട് സ്ത്രീത്വമോ പുംസത്വമോ ഇഷ്ടമുള്ള പകുതി വാങ്ങൂ. മംഗളാംബികയുടെ ആശ്ചര്യതരമായ ശ്രേഷ്ഠവരം കേട്ട് ഹൃദയം കുളിർത്ത മന്നവേന്ദ്രൻ പ്രണമിച്ചുകൊണ്ട്, അമ്മേ ദേവി, എന്നിൽ തെളിഞ്ഞുവെങ്കിൽ ഈ മണ്ണിടത്തിൽ വെച്ച് കിടയറ്റ രൂപത്തോടു കൂടിയ സ്ത്രീയായി 1 മാസവും അതേപോലെ 1 മാസം പുരുഷനായും തീരട്ടെ. ജഗതാധാരയായ ഭവാനീദേവി രാജാവിൻ്റെ ഇച്ഛ അറിഞ്ഞ് മന്ദഹാസത്തോടെ, നരേന്ദ്ര, അങ്ങനെയാകട്ടെ. പുരുഷനായി തീർന്നാൽ സ്ത്രീയായിരുന്നത് മറക്കും. അടുത്ത മാസം സ്ത്രീയാകുമ്പോൾ പുരുഷനായിരുന്നതും ഓർമ്മ വരുന്നതല്ല. ഇങ്ങനെ അത്ഭുതപൂർവമായൊരു അനുഗ്രഹം സിദ്ധിച്ച ഭൂപാലകൻ ത്രൈലോക്യ സുന്ദരിയായൊരു തരുണിയായി 1 മാസവും പൗരുഷശാലിയായ കർദമപുത്രനായി 1 മാസവും കഴിച്ചു തുടങ്ങി. മഹാരാജ ഇളന്റെ ചരിത്രം അഗ്രജവക്തൃത്തിൽ നിന്ന് കേട്ടപ്പോൾ ഭരതലക്ഷ്മണന്മാർക്ക് അതിരറ്റ വിസ്മയമുണ്ടായി. തൊഴുതുകൊണ്ട് കുമാരന്മാർ മഹാനായ മഹീശ്വരന്റെ കഥ വിവരിക്കുവാൻ ശ്രീരാമചന്ദ്രനോട് വീണ്ടും അഭ്യർത്ഥിച്ചു. മഹാപ്രഭോ, ദുർഗതിയിൽപ്പെട്ട ആ നൃപേന്ദ്രൻ പെണ്ണായി 1 മാസം ഏതു നിലയിൽ കഴിച്ചുകൂട്ടി? പുരുഷനായ നാൾ നയിച്ചിരുന്നത് എങ്ങനെ? കൗതുകഭരിതരായ അനുജന്മാരുടെ ചോദ്യം കേട്ട കാകുൽസ്ഥൻ 1-ാമത്തെ മാസത്തിൽ അഴകേറിയൊരു
അംഘനാരത്നമായി തീർന്ന ഇളമഹാരാജാവ് തന്നെ അനുഗമിച്ചിരുന്ന സ്ത്രീകളോടുകൂടി മനോമോഹനങ്ങളായ വള്ളിക്കുടിലുകളും മാമരങ്ങളും നിറഞ്ഞ കാനനത്തിൽ കാൽനടയായി ചെന്നണഞ്ഞു. വാഹനങ്ങളെല്ലാം കൈവെടിഞ്ഞ ആ ലോകസുന്ദരി ഗിരിപ്പരപ്പിൻ ഇടയിൽ സ്വച്ഛന്തം വിഹരിക്കുകയാണ്. ആ പർവ്വതേശ്വര പാർശ്വത്തിൽ പലവിധ പക്ഷി സമൂഹങ്ങളാൽ വിളങ്ങുന്നൊരു പൊയ്കയെ കണ്ടു. അതിൽ ചന്ദ്രതനയനായ ബുധൻ ഇരിക്കുന്നു. ജാജുല്യമാനമായ മെയ്യ്, പൂർണേന്ദു സദൃശമായ വദനം, യൗവനപ്രായം, യശസ്കരനും കാമകരനുമായ ബുധദേവൻ തണ്ണീർ മധ്യത്തിൽ ഇരുന്ന് തപസ്സു ചെയ്യുകയാണ്. വിസ്മയാധീനയായ ഇള സഖികളോടുമൊത്ത് സരസിലിറങ്ങി ക്രീഡിച്ചു. ജലാശയം മുഴുവൻ ആ തരുണീരത്നങ്ങൾ ഉലച്ചു. ചന്ദ്രസൂനു പതുക്കെ പതുക്കെ കൺമിഴിച്ചപ്പോൾ ആ സൗന്ദര്യാധാമത്തെ കണ്ടു. കാമന്റെ കണകളുടെ കാഠിന്യത്താൽ മനസ്സടക്കുവാൻ കഴിയാതെയായി. ഓളത്തിനനുസരിച്ച് ബുധൻ ചഞ്ചല ഹൃദയനായി തടാകത്തിൽ മുഴുവൻ അലഞ്ഞു. എന്നാൽ കണ്ണുകൾ ക്ഷണനേരത്തിലേക്ക് പോലും പിൻവലിച്ചില്ല. ദേവൻ ചിന്തിച്ചു, സ്വർഗ അംഘനകളേക്കാൾ മികച്ച ഇവൾ ആരാണ്? ദേവാസുര സ്ത്രീകളിലും അപ്സരോ ഉരക നാരികളിലും ഇത്രമാത്രം ചന്തം തികഞ്ഞൊരുവളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. മറ്റൊരു പുണ്യവാന്റെ പത്നി അല്ലെങ്കിൽ ഏതു നിലയിലും എനിക്ക് അനുരൂപയാണ് ഇവൾ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.